ഗുഡ് മോർണിംഗ് എവരിബഡി. സിജാസ് ഇക്കണോമിക് ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇക്കണോമിക്സിനെ കുറിച്ച് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ ബേസിക് ആയിട്ടുള്ള ചില കൺസെപ്റ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇക്കണോമിക്സിൻ്റെ ഡെഫിനിഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ്, ആരുടെയൊക്കെയാണ് ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഇക്കണോമിക്സ് എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഡിറൈവ് ചെയ്യുന്നത് ഒയിക്കണോമിയ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഒയിക്കണോമിയ അതിൻ്റെ മീനിങ് ഗൃഹഭരണം, ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഇക്കണോമിക്സ് എന്ന് പറയുന്ന വാക്കല്ല ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. പൊളിറ്റിക്കൽ ഇക്കോണമി, രാഷ്ട്രീയ ധനശാസ്ത്രം എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. പൊളിറ്റിക്കൽ ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഇക്കോണമിയിൽ നിന്ന് ഇക്കണോമിക്സിലേക്ക് അത് ചേഞ്ച് ചെയ്തത് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ഇക്കോണമിസ്റ്റാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻസ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് അതായത് ഇക്കണോമിക്സിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്. പുസ്തകത്തിൻ്റെ പേര് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയാം. രാഷ്ട്രങ്ങളുടെ സമ്പത്തിൻ്റെ സ്വഭാവത്തെയും കാരണത്തെയും കുറിച്ച് ഒരു അന്വേഷണം. ആ പുസ്തകത്തിലാണ് ഇക്കണോമിക്സിലെ ആദ്യത്തെ ഡെഫിനിഷൻ, വെൽത്ത് ഡെഫിനിഷൻ അദ്ദേഹം കൊണ്ടുവരുന്നത്. 1776 അത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം വെൽത്തിന് മാത്രമാണ് ഇക്കണോമിക്സിൽ പ്രാധാന്യം കൊടുത്തത് എന്ന് പറഞ്ഞ് പിന്നീട് വന്നൊരു ഇക്കോണമിസ്റ്റാണ് ആൽഫ്രഡ് മാർഷൽ, പിന്നെ പ്രൊഫസർ ലയണർ റോബിൻസ്. ഇതിലെ ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്രൊഫസർ ലയണർ റോബിൻസിൻ്റെ ഡെഫിനിഷനാണ്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതായത് ദൗർലഭ്യ നിർവചനം അല്ലെങ്കിൽ ക്ഷാമ നിർവചനം എന്ന് വിളിക്കാം. അപ്പോൾ നമുക്കിതിൽ ഇക്കണോമിക്സിനെ കുറിച്ചൊരു ഡെഫിനിഷൻ നിങ്ങളോട് പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, പ്രൊഫസർ ലയണർ റോബിൻസിൻ്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. ഫസ്റ്റ് ഡെഫിനിഷൻ ഇക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആഡം സ്മിത്തിൻ്റെ ഡെഫിനിഷനാണ് എഴുതേണ്ടത്, വെൽത്ത് ഡെഫിനിഷൻ. അപ്പോൾ അതിൽ ഓരോ ഡെഫിനിഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ അത് പഠിക്കാം, നമ്മൾ ഓർമ്മയിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ടെക്നിക്സ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു.